ഇവർക്കെന്ത് തളയ്ക്കുന്ന എന്താടോ താൻ മിണ്ടാത്തത്? എന്താ ജാടയാണോ? മെസ്സേജ് നോക്കിയപ്പോഴത്തേക്ക് ഒരു ചേച്ചി കുറേ ഫോട്ടോകൾ അയച്ചിട്ടേക്കുന്നു. അതുപോലുള്ള മെസ്സേജാണ് ഈ ചേച്ചിയുടെ അക്കൗണ്ടിൽ നിന്ന് ഈ ചേച്ചി എനിക്ക് അയക്കുന്നത്. നോർമലായ ഒരാൾ അറിയാത്ത എന്നെ എന്തിനിങ്ങനെ. Hello, welcome back to my YouTube channel Gayatri Kallavila. So today we are going to talk about ഒരു കാര്യം. This is not a regular എന്താ പറയുന്നത് get ready with me vlog or അങ്ങനെയൊന്നുമല്ല. ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായൊരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ദാറ്റ് ഈസ് വെരി പേഴ്സണൽ. അപ്പം എനിക്കത് കുറച്ച് പേരെടുത്തെങ്കിലും പറയണം എന്ന് തോന്നി. ബിക്കോസ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് അല്ലേ, ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസാണ്. സോ ഐ തോട്ട് ഞാൻ ഈ കേട്ടിട്ട് ഒരാളെങ്കിലും കുറച്ച് കോഷ്യസ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് എത്രയും ഒരു എന്താ പറയുന്നത്, ഞാൻ ഒരിടത്തെങ്കിലും പറഞ്ഞല്ലോ, അല്ലെങ്കിൽ 10 പേരെങ്കിലും ഞാൻ പറഞ്ഞത് അറിഞ്ഞല്ലോ എന്നൊരു റിലീഫ് എനിക്കുണ്ടാവും. സോ ഞാൻ ഫേസ്ബുക്കിൽ അങ്ങനെ ആക്റ്റീവായിട്ട് ഉള്ള ഒരാളല്ല. അപ്പം ഐ എം ഗോയിങ് ടു ഷെയർ ഒരു ഡാർക്ക് റിയാലിറ്റി ഓഫ് ഫേസ്ബുക്ക്. ഡാർക്ക് റിയാലിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ആക്ച്വലി 99% ഓഫ് ഫേസ്ബുക്ക് യൂസേഴ്സിനും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതല്ല മറ്റുദ്ദേശത്തോടുകൂടി യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കാണില്ല, അവർക്കാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ, യു ക്യാൻ സ്കിപ്പ്. ഓക്കെ. അപ്പം ഞാനങ്ങനെ ഫേസ്ബുക്കിൽ ഭയങ്കര ആക്റ്റീവായിട്ടൊന്നുമുള്ള ആളല്ല. അപ്പം ഞാനിങ്ങനെ കോണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീട്ടിലെല്ലാവരും ഇങ്ങനെ പറയും, കാരണം എൻ്റെ വീട്ടിലെല്ലാവരും ഫേസ്ബുക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അവർക്കങ്ങനെ ഇൻസ്റ്റഗ്രാം അധികം അറിയില്ല. ബട്ട് ഞാൻ 2016-17 തൊട്ട് ഞാൻ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഈവൻ ബിഫോർ എൻ്റെ ഫ്രണ്ട്സിന് ഇൻസ്റ്റഗ്രാം എന്താണെന്ന് അറിയുന്നതിനേക്കാട്ടിലും മുമ്പേ ഞാൻ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൻ്റെ പല കാര്യങ്ങളും സ്റ്റിൽ എനിക്കറിയില്ല. അപ്പം ചേച്ചിയാണ് എനിക്കതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ അച്ഛനോടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയില്ല, സീരിയസ്ലി പറഞ്ഞാൽ എനിക്കിപ്പോഴും പല കാര്യങ്ങളും ഇതെങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഞാനിപ്പം ഒരുവിധം പഠിച്ച് അതിലൊരിതായി വന്നതേ ഉള്ളൂ. അപ്പം ഒരു കോണ്ടൻറ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു ഫോളോവർ കൗണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് റിക്വസ്റ്റുകളൊക്കെ വരും, അറൗണ്ട് ഒരു 1K മുകളിലൊക്കെ അങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കും. അപ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രമാണ് ഞാനത് അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. പിന്നെ എനിക്കങ്ങനെ അത്രയും സമയം കിട്ടാറില്ല അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചേച്ചിയും കൂടെ ഏൽപ്പിച്ചിട്ടുണ്ട്, എടി നീയും കൂടെ ഒന്ന് ചെയ്യണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കും സമയം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം കിട്ടുമ്പം എനിക്ക് ജെനുവിനായിട്ട് തോന്നുന്ന ചില അക്കൗണ്ടുകൾ ഞാൻ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്ത് വിടും. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ സ്ക്രോളിങ് ആൻഡ് അക്സെപ്റ്റിംഗ് ഫ്രണ്ട് റിക്വസ്റ്റ്, അപ്പം കുറേ ജെനുവിനായിട്ടുള്ള അക്കൗണ്ടുകളൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് വിട്ടു. അപ്പം അതിൽ കുറച്ച് ലേഡീസിൻ്റെ അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പം സ്വന്തം ഫോട്ടോ അല്ല ഇട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പ്രൊഫൈലിൽ കയറിയിട്ട് ഇത് ഫേക്ക് ഐ ഡി ആണോ, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പം ഒരു അവലോകനത്തിൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ മ്യൂച്വൽ ഉണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ആക്ച്വലി ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം ഒട്ടും തീരെ അറിയാത്തവരൊക്കെ എൻ്റെ കണ്ടൻറ് ഇഷ്ടപ്പെട്ടിട്ട് വരുന്നവരാണെങ്കിൽ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ. പക്ഷേ ഞാൻ ഫ്രണ്ട്സ് ആവുന്നതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ. അപ്പം കുറച്ച് ലേഡീസ് അക്കൗണ്ട്സിൽ നിന്ന് എനിക്ക് റിക്വസ്റ്റ് വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, പ്രൊഫൈലൊക്കെ കയറി നോക്കിയപ്പോഴത്തേക്ക് ഫേക്ക് ഐ ഡി ഒന്നുമല്ല, ഞാനങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് വിട്ടു. അപ്പം എൻ്റെ മനസ്സിലോ ഒന്നും എനിക്കിതിനെപ്പറ്റി ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനിത് അക്സെപ്റ്റ് ചെയ്തിട്ട് രാത്രി ആയപ്പോഴത്തേക്ക് എനിക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ മെസ്സേജുകൾ വരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഫേസ്ബുക്കിൽ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് പരിചയപ്പെടാനായിട്ട് ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കുമായിരിക്കും എന്നൊരു ഉദ്ദേശത്തിലൂടെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുവരെ ഫേസ്ബുക്കിൽ അയച്ച 99% മെസ്സേജുകൾക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. ഞാൻ കൊടുക്കില്ല. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ കൊടുക്കില്ല. എനിക്ക് തോന്നുന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടൻറ്റ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യും. അപ്പം എനിക്കൊരു ചേച്ചി മെസ്സേജ് അയച്ചു.
അപ്പം ചേച്ചി മെസ്സേജ് അയച്ചിട്ട് ചേച്ചി ഇങ്ങനെ പറഞ്ഞു ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മെസ്സേജ് ഇങ്ങനെ അയച്ചു. അപ്പം എന്നിട്ട് പറഞ്ഞ് എന്താടോ മൈൻഡ് ഇല്ലാത്തത്, എന്താ മിണ്ടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ഈ ചേച്ചി എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കുന്നു, ഓഡിയോ കോൾ വിളിക്കുന്നു. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ നമ്മുടേതായിട്ട് എന്തെങ്കിലും ഫോണിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഫേസ്ബുക്കിൽ നിന്ന് വരുന്ന കോൾ നമ്മുടെ ഇങ്ങനെ വരും, നമുക്ക് നോർമൽ കോള് പോലെ നമ്മുടെ സ്ക്രീനിൽ കാണിക്കും. അപ്പം ഞാൻ വിചാരിക്കും ഈ ചേച്ചിക്ക് എന്നെ അറിയാവോ, ഈ ചേച്ചി പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത്? സ്വാഭാവികമായിട്ട് ഒരാണാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുമോ ഒരു കോഴി ടൈപ്പ് ആയിട്ടായിരിക്കും നമുക്ക് മെസ്സേജ് അയക്കുന്നത്, നമുക്ക് ഊഹിക്കാം. പക്ഷേ നമ്മളൊരു സ്ത്രീ എന്തിന് നമ്മളെങ്ങനെ വിളിക്കണം, ഇനി എന്നെ അറിയാവും. അങ്ങനെ ഞാനിങ്ങനെ ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി എനിക്ക് കുറേ വോയിസുകൾ അയച്ചിട്ടേക്കോ. ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവം, എന്നെ ഇനി അറിയാവോ, ഈ ചേച്ചിക്ക് അറിയാവോ, ഇനി എവിടെയെങ്കിലും വെച്ച് എന്നെ കണ്ടിട്ടുണ്ടോ. ഞാനങ്ങനെ ഈ വോയിസൊക്കെ കേട്ടു. വോയിസ് കേട്ടെൻ്റെ ദൈവമേ, സത്യം പറഞ്ഞാൽ എനിക്ക് നമുക്ക് ചില സമയത്തങ്ങ് ഈശ്വര ഏത് ലോകം എന്ന് നമുക്ക് തോന്നില്ലേ, അതുപോലെ ഇവരെനിക്ക് കുറേ വോയിസുകൾ, വോയിസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വിസ്പർ ചെയ്യില്ലേ, അതുപോലാണ്. എന്താടോ താൻ മിണ്ടാത്തത്, എന്താ ജാടയാണോ, പേരും വീടെവിടാന്നൊക്കെ പറ, നമുക്ക് മീറ്റ്, ബാക്കി നിങ്ങളടുത്ത് ഞാൻ പറയുന്നില്ല. എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുകയാണ്. ഐ വാസ് ലൈക്ക് ഇവർക്ക് എന്ത് തള്ളയ്ക്കുന്ന പാട്ടാണോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇവരുടെ പ്രൊഫൈൽ എടുത്ത് വെച്ച് നോക്കി. എനിക്ക് മുമ്പ് ഞാൻ ജസ്റ്റ് ഫേക്ക് പ്രൊഫൈലാണെന്ന് മാത്രമേ ഞാൻ നോക്കിയുള്ളായിരുന്നു. ഞാൻ ഒന്നുകൂടെ ഒരു പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കി. പ്രൊഫൈൽ എടുത്ത് നോക്കിയിട്ട് ഇവർ ഫോളോ ചെയ്യുന്ന ചില അക്കൗണ്ടുകൾ ഞാനെടുത്ത് നോക്കി. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ കൂടെ കിളി പറന്നുപോയി. ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ ഇവരെ ഇങ്ങനെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വിടാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതിനൊന്നും റിപ്ലൈ കൊടുക്കാതെ ഞാൻ ഇവരെ ബ്ലോക്ക് ചെയ്ത് വിട്ടു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതിനകത്ത് കുറേ ഇങ്ങനെ ലേഡീസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഫേസ്ബുക്ക് തുറക്കുന്നു. മെസ്സേജുകൾ നോക്കുന്നത് കുറവാണ്, പിന്നെ ചിലപ്പോൾ നോക്കും. മെസ്സേജ് നോക്കിയപ്പോഴത്തേക്ക് ഒരു ചേച്ചി കുറേ ഫോട്ടോകൾ അയച്ചിട്ടേക്കുന്നു, എൻ്റെ ചില സ്റ്റോറിക്ക് റിപ്ലൈ തന്നേക്കുന്നു. അപ്പോൾ സ്റ്റോറി റിപ്ലൈ എന്നൊക്കെ പറഞ്ഞാൽ വെരി ബാഡ് എന്ന് പറഞ്ഞാൽ അബ്യൂസീവ് വേർഡ്സോ അങ്ങനൊന്നുമല്ല. പക്ഷേ ചില ചെറുക്കന്മാർ നമുക്ക് അയക്കില്ലേ, എന്ന് വെച്ചാൽ ഒരു ബാഡ് ഇൻറ്റൻഷനോട് കൂടി നമുക്ക് മെസ്സേജ് അയക്കുന്ന ചില ചെറുക്കന്മാരില്ലേ. അപ്പോൾ അവർ വെറും തറകളായിട്ട് നമുക്ക് DM മെസ്സേജ് അയക്കില്ലേ, അതുപോലുള്ള മെസ്സേജാണ് ഈ ചേച്ചിയുടെ അക്കൗണ്ടിൽ നിന്ന് ഈ ചേച്ചി എനിക്ക് അയക്കുന്നത്. അപ്പം എനിക്ക് പെട്ടെന്ന് വീണ്ടും ഒരു സംശയം. ഞാൻ അങ്ങനെ ഈ ചേച്ചിയുടെ അക്കൗണ്ടിൽ കയറി നോക്കി. അവിടെ നോക്കിയപ്പോൾ ഈ ചേച്ചിയുടെ അക്കൗണ്ടൊക്കെ ഭയങ്കര നോർമൽ അക്കൗണ്ട്, അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഈ ചേച്ചിയുടെ ഷെയർ ചെയ്തേക്കുന്ന പോസ്റ്റിൻ്റെയും അങ്ങനെ എല്ലാത്തിൻ്റെയും കമൻ്റൊക്കെ എടുത്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രൊഫൈൽ ഞാൻ എടുത്ത് നോക്കി, എൻ്റെ ഒരു സംശയത്തിൻ്റെ പേരിൽ. കാരണം ഇത്രയും നോർമലായ ഒരാൾ അറിയാത്ത എന്നെ എന്തിനിങ്ങനെ നമ്മളിൽ ചെറുക്കന്മാർ നമ്മളെ ശല്യപ്പെടുത്തത്തില്ല, അതുപോലാണ് പുള്ളിക്കാരി മെസ്സേജ് അയക്കുന്നത്. നോക്കിയപ്പം കമൻ്റ് ഇടുന്നവരുടെ അക്കൗണ്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ഒരു ഫേക്ക് പേഴ്സണാലിറ്റിയാണ് പുള്ളിക്കാരി. റിയൽ ആണെങ്കിലും പുള്ളിക്കാരി വേറെ എന്തൊക്കെയോ ആണ് പുള്ളിക്കാരിക്ക് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എന്നോട് ചോദിക്കുകയാണ് നമ്പർ തരാമോ, അതുപോലെ തന്നെ എൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കാമോ, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ പറയുന്നതിനകത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് ഇതെന്താ സംഭവം, ഏത് യൂണിവേഴ്സ് എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ, സത്യം പറയാമല്ലോ. അപ്പം എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, കാരണം ഞാൻ ഈ പറയുന്നെന്നുണ്ടെങ്കിലും ആ അയച്ച മെസ്സേജുകളൊക്കെ എനിക്കല്ലേ അറിയത്തുള്ളൂ. പിന്നെ ഇവർ കട്ടിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തരിക, ഇതൊക്കെയാണ് ഇവരുടെ ഈ ഒരു 1-2, പിന്നെ വേറെ 2 ചേച്ചിമാരോട് ഉണ്ട്. ഇത് പല ആൾക്കാരാണ് കേട്ടോ, ഞാൻ പറയുന്നത് പല ആൾക്കാരാണ്. അപ്പം ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ഭഗവാനേ, ഇതെന്ത് സംഭവം, ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ പെണ്ണിനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ ഒരു കാര്യത്തിൽ, ആണിനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പം ഫേസ്ബുക്ക് യൂസ് ചെയ്യുമ്പം സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാൻ എന്നൊരു ഇതെനിക്ക് ആ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു എൻ്റെ. അപ്പം ഞാൻ ഇങ്ങനെ ചേച്ചിയെടുത്ത് പറഞ്ഞു, ചേച്ചി ഇതെന്താണിത് സംഭവം, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ചേച്ചിയാണ് പറഞ്ഞത്, അറിയാത്തൊരൊറ്റ ആളെ ഫ്രണ്ട്സ് ആക്കരുത്, പ്രൊഫൈൽ കയറി നോക്കിയാലും ഓക്കെ. അങ്ങനെ അവൾ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് കുറേ പേരെ അവൾ തന്നെ എനിക്ക് ചെയ്ത് കാണിച്ചു തന്നു, ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നു. സത്യം പറഞ്ഞാൽ ഓ ഗോഡ്,
സത്യം പറഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്നത് റിയൽ അക്കൗണ്ട് ആയിക്കോട്ടെ ഫേക്ക് അക്കൗണ്ട് ആയിക്കോട്ടെ, പക്ഷേ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കാനുള്ളൊരു തൻ്റെ ഇടം ദൈവമേ എൻ്റെ ഈശ്വര. എനിക്ക് അതുകൊണ്ട് ആരൊക്കെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ സൂക്ഷിക്കുക. എന്ത് അക്കൗണ്ട് ആയിക്കോട്ടെ ഏത് അക്കൗണ്ട് ആയിക്കോട്ടെ ഡസൻ മാറ്റർ. നിങ്ങൾക്ക് അറിയാവുന്ന ആളായിക്കോട്ടെ അറിയാത്ത ആളായിക്കോട്ടെ ഡസൻ മാറ്റർ. നിങ്ങൾ ശ്രദ്ധിച്ച് ഡീൽ ചെയ്യുക. ഫേസ്ബുക്കിൽ ആരും മെസ്സേജ് അയച്ചാലും സൂക്ഷിച്ച് മാത്രം റിപ്ലൈ കൊടുക്കുക. ഇപ്പം ഞാൻ പറഞ്ഞത് എനിക്കുണ്ടായ സ്ത്രീകളിൽ നിന്നുണ്ടായ അനുഭവമാണ്. ചെറുക്കന്മാരുടെ കാര്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, കാരണം ഇതിനെക്കാട്ടിലും അപ്പുറത്തെ മെസ്സേജുകളാണ് നമുക്ക് വരുന്നത്. ഈ കോണ്ടൻറ് ക്രിയേഷനിൽ നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, നോർമലി ഈ കോണ്ടൻറ് ക്രിയേഷനിലൊന്നും ഇല്ലാത്ത ഒരാളാണ് എൻ്റെ ചേച്ചി, എന്തിനേറെ പറയുന്നത് എൻ്റെ അച്ഛൻ. അപ്പം ഇതിനകത്ത് ഇങ്ങനെ മെസ്സേജ് വരും എന്നുള്ളതൊരു റിയാലിറ്റിയാണ്, മനസ്സിലായോ? പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആരുടെ അടുത്തും സംസാരിക്കാൻ പോകരുത്. സംസാരിച്ചാൽ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കരുത്, നമ്മുടെ ഫോട്ടോസ് കൊടുക്കരുത്, നമ്മളുടെ ലൊക്കേഷൻ അറിയാൻ തരത്തിലുള്ള യാതൊരുവിധ ക്ലൂസും അവർക്ക് കൊടുക്കരുത്. നിങ്ങൾക്ക് തോന്നാം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഭയങ്കര സ്നേഹമാണ്, പാവമാണ്, റിയൽ ആണെന്നൊക്കെ തോന്നാം. നെവർ, നിങ്ങളങ്ങനെ ചെയ്യരുത്. എനിക്കിപ്പോൾ ഇങ്ങനെ 2-3 മെസ്സേജ് വന്നപ്പോൾ തന്നെ എനിക്ക് ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ പുറത്തുനിന്ന് കാണുന്നതൊന്നും റിയൽ അല്ല, എസ്പെഷ്യലി ഇൻ ഫേസ്ബുക്ക്, മനസ്സിലായോ? അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഗ്രാൻഡ് അക്കൗണ്ടൊക്കെ ആയിരിക്കും, പക്ഷേ ഭയങ്കര പ്രശ്നങ്ങളാണ്. സോ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇതൊരു നോർമൽ വ്ളോഗൊന്നും അല്ലെന്ന്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എത്രത്തോളം സീരിയസോടുകൂടിയാണ് ഞാൻ ഈ കാര്യം സംസാരിക്കുന്നത് എന്നുള്ളത്. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവരും സൂക്ഷിച്ച് എല്ലാം യൂസ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റാ.